الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, മനുഷ്യരായ നാം ഓരോരുത്തരും പാപങ്ങളിൽ അകപ്പെടുന്നവരാണ്, പാപങ്ങൾ സംഭവിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബനൂ ആദമിനോട് ചേർത്തിക്കൊണ്ട് പഠിപ്പിച്ചതുമാണ്. തന്റെ പാപങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തൗബ ചെയ്യുന്നവൻ, ഇസ്തിഗ്ഫാർ ചെയ്യുന്നവൻ, പാപമോചനം തേടുന്നവൻ, അവനാണ് മനുഷ്യരിൽ ഉത്തമരായിട്ടുള്ള ആളുകൾ. യഥാർത്ഥത്തിൽ നാം വളരെയധികം ആഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പൊറുത്തു നൽകണമെന്നുള്ളത്, അല്ലാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്ത് നമുക്ക് ലഭിക്കണമെന്നുള്ളത്. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ്, അൽബാനി റഹിമഹുല്ലാഹ് ഹസൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്, ഖീല യാ റസൂലല്ലാഹ് മാതത് ഫുലാനത്തുൻ വസ്തറാഹത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെട്ടു, റസൂലേ, ഇന്നാലിനൊരു സ്ത്രീ മരണപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ അവള് റാഹത്തിലായിട്ടുണ്ട്, അഥവാ അവള് ഏറ്റവും നല്ല അവസ്ഥയിലായി എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു. ഫഗളിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കോപിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖാല ഇന്നമാ യസ്തരീഹു മൻ ഗുഫിറ ലഹു. തീർച്ചയായും റാഹത്താവുക എന്ന് പറഞ്ഞാൽ ആർക്കാണോ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നത് അവനാണ് യഥാർത്ഥത്തിൽ എന്തായിട്ടുള്ളത്, റാഹത്തിലായിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പൊ മരണത്തിന് ശേഷം നമ്മുടെ ജീവിതം എന്നുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള മഗ്ഫിറത്ത്, അത് വളരെ പ്രധാനമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് മുൻഗാമികളിൽ പല പണ്ഡിതന്മാരിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹമദ് ബിൻ വാസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹത്തിന്റെ മരണസമയത്ത്, യാ ഇഖ്വാന, എന്റെ സഹോദരങ്ങളെ, തദ്റൂന ഐന യദ്ഹബു ബി, നിങ്ങൾക്ക് അറിയുമോ മരണശേഷം എന്നെ കൊണ്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ഇലന്നാരി ഔ ബിഅഫ്ഇൻ, ഒന്നെങ്കിൽ നരകത്തിലേക്കാണ്, അതല്ല എങ്കിൽ അള്ളാഹുവിന്റെ പാപമോചനം, അള്ളാഹു എനിക്ക് പുറത്തു നൽകുന്ന അള്ളാഹുവിന്റെ അഫൂവിലേക്കാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പല സലഫുകളും അവരുടെ മരണസമയത്ത് പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണത്. അപ്പോ നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. കാരണം നമ്മൾക്കറിയില്ല മനുഷ്യന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് മിഫ്താഹ് ദാരിസ് സഅദയിലെല്ലാം പറഞ്ഞതുപോലെ, അവൻ ചെയ്ത പാപങ്ങൾ അതിൽ അവൻ ഓർമ്മയുള്ളതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എന്തായിരിക്കും, അവൻ അറിയാതെ ചെയ്യുന്ന പാപങ്ങളായിരിക്കും. ഇനി അറിഞ്ഞുകൊണ്ട് ചെയ്ത പാപങ്ങളിൽ ഓർമ്മയുള്ളതിനേക്കാൾ എന്തായിരിക്കും, മറന്നുപോയതായിരിക്കും. അങ്ങനെ അവന്റെ പാപങ്ങളുടെ അവസ്ഥ ഉണ്ടാവും. അപ്പൊ മഗ്ഫിറത്ത് നമുക്ക് പരലോകത്ത് ഏറ്റവും ആവശ്യം, ഒന്നെങ്കിൽ നരകം, അല്ലെങ്കിൽ പിന്നെ അള്ളാഹു നൽകുന്ന മഗ്ഫിറത്താണുള്ളത്. അതാണ് സ്വർഗത്തിൽ പലപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല പല ആയത്തുകളിലും അള്ളാഹുവിന്റെ മഗ്ഫിറത്തുണ്ട് സ്വർഗത്തിൽ എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, തൂബ ലിമൻ വജദ ഫീ സഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറാ. തൂബ എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിലെ ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ ആശംസ, മംഗളം എന്നീ അർത്ഥത്തിലൊക്കെ പറയാറുണ്ട്. ആർക്കാണത്? തന്റെ ഏടുകളിൽ ധാരാളമായി ഇസ്തിഗ്ഫാർ കാണുന്നവൻ, അഥവാ അള്ളാഹുവിനോട് പാപമോചനം തേടി തന്റെ രേഖപ്പെടുത്തിയ ഏടുകളിൽ ധാരാളം ഇസ്തിഗ്ഫാർ കാണുന്നവൻ, അവനാണ് അത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം. ഇനി ഈ മഗ്ഫിറത്ത് ഇല്ല എങ്കിൽ, അള്ളാഹു നമ്മോട് കാരുണ്യം ചൊരിഞ്ഞില്ല എങ്കിൽ ഏറ്റവും വലിയ നഷ്ടക്കാരായിട്ടാണ് നമ്മൾ മാറുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അറാഫിലെ
23-ാമത്തെ ആയത്തിൽ പറയുന്നു വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. മനുഷ്യന്റെ ആദ്യത്തെ ദുആ ആണ്. റബ്ബനാ വലംനാ അൻഫുസനാ എന്നുള്ള ആ ദുആ ആദം നബി അലൈഹിസ്സലാം ഹവ്വാ ബീവിയും ദുആ ചെയ്യുമ്പോൾ അതിൽ പറഞ്ഞ വാക്കാണ് വഇല്ലം തഗ്ഫിർ ലനാ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു നൽകിയിട്ടില്ല എങ്കിൽ, വതർഹംനാ ഞങ്ങളോട് കാരുണ്യം കാണിച്ചിട്ടില്ല എങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ ഞങ്ങൾ തീർച്ചയായിട്ടും നഷ്ടക്കാരിലാണ് ഉൾപ്പെടുക എന്ന് പറയേണ്ടതായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം അസ്ബാബുൽ മഗ്ഫിറ, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം ലഭിക്കാൻ നമുക്ക് കാരണമാകുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെ ഓർമ്മിപ്പിക്കാനാണ്. ഇത് നാം വിശദീകരിക്കുന്നത് ഒരു ഹദീസാണ്. അത് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ വളരെ ഫായിദയുള്ള കിതാബായ ജാമിഉൽ ഉലൂമി വൽ ഹികം എന്ന കിതാബിന്റെ വിശദീകരിക്കുന്ന അദ്ദേഹത്തിന്റെ ശർഹ്, അത് ഈ ഹദീസിന്റെ ഭാഗം മാത്രം എടുത്ത് ആണ് നമ്മൾ വിശദീകരിക്കുന്നത്. ഈ ഹദീസിന്റെ ലഫ്ദ് عن أنس بن مالك رضي الله عنه قال, أنس بن مالك رضي الله عنه ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് سمعت رسول الله صلى الله عليه وسلم يقول, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു. قال الله تعالى, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം അല്ലാഹു പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഹദീസ് ഖുദ്സി ആയിട്ടുള്ള ഹദീസാണ്. يا ابن آدم إنك ما دعوتني ورجوتني غفرت لك على ما كان منك ولا أبالي. يا ابن آدم, يا മനുഷ്യ, إنك ما دعوتني ورجوتني, നീ എന്നോട് ദുആ ചെയ്യുന്നിടത്തോളവും എന്നിൽ പ്രതീക്ഷ വെക്കുന്നിടത്തോളവും ഗഫർതു ലക്, നിനക്ക് ഞാൻ പുറത്തു തരും. അലാ മാ കാന മിൻക് വലാ ഉബാലി, നീ എന്താണോ ചെയ്യുന്നത് അല്ലെങ്കിൽ നിന്നിൽ നിന്ന് എന്താണോ സംഭവിച്ചത് അതെനിക്കൊരു വിഷയമുള്ള കാര്യമല്ല. അതിന്റെ തുടർച്ചയായിട്ട് പറഞ്ഞു യാ ഇബ്ന ആദം, ഏ മനുഷ്യ, ലൗ ബലഗത് ദുനൂബുക അനാന അസ്സമാ, ആകാശത്തോളം നിന്റെ പാപങ്ങൾ എത്തിയെന്ന് വിചാരിക്കുക. തുമ്മ ഇസ്തഗ്ഫർതനി ഗഫർതു ലക്, എന്നിട്ട് നീ എന്നോട് ഇസ്തിഗ്ഫാർ തേടിയാൽ ഞാൻ നിനക്ക് പുറത്തു നൽകുന്നതാണ്. മൂന്നാമതായി പറഞ്ഞു യാ ഇബ്ന ആദം, ഏ മനുഷ്യ, ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ, നീ എന്റെ അടുക്കലേക്ക് വരികയാണ്, ഭൂമി നിറയെ പാപവുമായിട്ട് നീ എന്റെ അടുത്തേക്ക് വരികയാണ്, എന്നെ കണ്ടുമുട്ടുകയാണ്. തുമ്മ ലഖീതനി ലാ തുശ്രികു ബി ശൈഅ, പിന്നെ നീ എന്നെ കണ്ടുമുട്ടുന്ന ഏതവസ്ഥയിലാണ്? നീ എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ, ശിർക്കിന്റെ ഒരു അംശം പോലും ഇല്ലാതെയാണ് നീ എന്നിൽ കണ്ടുമുട്ടുന്നത്. ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ, ആ ഭൂമിയോളം മഗ്ഫിറത്തുമായിട്ട് ഞാനും നിന്റെ അടുക്കൽ എത്തുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. തിർമിദി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് ഹസനും സഹീഹുമായിട്ടുള്ള ഒരു ഹദീസാണ്. ഇതിന്റെ സനദുകളും മറ്റും ചർച്ച ചെയ്യുന്നുണ്ട്, അതിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നില്ല. അപ്പൊ ഈ ഹദീസിൽ 3 കാര്യങ്ങളായിട്ടാണ്, ഈ ഹദീസിനെ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. പാപമോചനം നൽകപ്പെടും എന്ന് പറയാൻ 3 കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഒന്നാമത്തെ ഭാഗത്തിൽ പറഞ്ഞു ഇന്നക മാ ദഅൗതനി വറജൗതനി, എന്നോട് ദുആ ചെയ്യുന്നിടത്തോളം എന്നിൽ പ്രതീക്ഷ വെക്കുന്നിടത്തോളം. രണ്ടാമത്തേത് പറഞ്ഞു ഇസ്തിഗ്ഫാർ നേടിയാൽ, നീ എന്നോട് ഇസ്തിഗ്ഫാർ നേടിയാൽ ഞാൻ നിനക്ക് പുറത്തു നൽകും. മൂന്നാമത്തേതിൽ പറഞ്ഞു നീ എന്നിൽ ഒന്നിനും പങ്കു ചേർക്കാത്ത അവസ്ഥയിൽ എന്നെ കണ്ടുമുട്ടിയാൽ ഞാൻ നിനക്ക് അത്രത്തോളം പാപമോചനവുമായി നിന്റെ അടുക്കിലേക്ക് എത്തുമെന്ന് പറഞ്ഞു. അപ്പൊ ഒന്നാമത്തെ കാരണം അദ്ദുആഉ മഅ റജാ, പ്രതീക്ഷയോട് കൂടിയുള്ള ദുആ, അത് മഗ്ഫിറത്തിന് പാപമോചനത്തിനുള്ള കാരണമാണ്. അള്ളാഹുവിൽ പൂർണ്ണമായ പ്രതീക്ഷയോടുകൂടി ദുആ ചെയ്യുക എന്നുള്ളത്. നമുക്കറിയാം ദുആ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ഇബാദത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ദുആ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് വാഗ്ദാനവും ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ദുആകൾക്ക് ഉത്തരം ചെയ്യപ്പെടുമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഗാഫിറിലെ 60-ാമത്തെ ആയത്തിൽ പറഞ്ഞു വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് ഇതാ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, നിങ്ങൾ എന്നോട് ദുആ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്കാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മെ സൃഷ്ടിച്ച് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാം അധികാരപ്പെടുത്തിയിട്ടുള്ള അള്ളാഹു പറയാണ് എന്നോട് നിങ്ങൾ ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുൻഗാമികൾ അവർ പറയാറുള്ള ഒരു വാക്കാണ് മന്നുഅതിയ ദുആ
أعطي الإجابة لأن الله تعالى يقول ادعوني أستجب لكم. ആർക്കാണോ ദുആ ചെയ്യാൻ സാധിക്കുന്നത് അവന് ഉത്തരവും നൽകപ്പെടുന്നതാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ എനിക്ക് ഉത്തരം ചെയ്യപ്പെടുമോ എന്നുള്ളതിലല്ല, ദുആ ചെയ്യാനുള്ള തൗഫീഖ് ലഭിക്കുക എന്നല്ല. ദുആ ചെയ്യാൻ തൗഫീഖ് ലഭിക്കുന്നുണ്ടെങ്കിൽ ഉത്തരം അള്ളാഹു ഉടനെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പൊ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക എന്നുള്ളത് മഗ്ഫിറത്തിനുള്ള, നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള ഒരു കാരണമാണ്. ഇനി നമ്മുടെ ദുആ അതെങ്ങനെയായിരിക്കണം? ദുആഇന് പ്രധാനമായിട്ടും ഉണ്ടാവേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 2 കാര്യങ്ങൾ ദുആഇന് പ്രധാനമായിട്ടുണ്ടാകണം. ഒന്നാമത്തേത് ഹുളൂറുൽ ഖൽബ്, ഖൽബ് ഹാദിറായിരിക്കണം. പല ആളുകളും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവന്റെ ഖൽബിൽ മറ്റു പല ചിന്തകളാണ്. അവിടെ നമ്മൾ കാണാതെ പഠിച്ചിട്ടുള്ള ഹദീസിൽ വന്നിട്ടുള്ള ദുആക്കളാവട്ടെ, അതല്ലെങ്കിൽ നാം നമ്മുടെ ആവശ്യങ്ങൾ പ്രത്യേകമായി പറയുന്നതാവട്ടെ, പലപ്പോഴും നാവ് കൊണ്ട് പറയുന്നതിനെ സംബന്ധിച്ച് ഖൽബിൽ യാതൊരു ബോധവുമില്ലാതെ പറയുന്ന അവസ്ഥ കാണാം. അപ്പൊ ഹുദൂറുൽ ഖൽബ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത് വറജാഅൽ ഇജാബത്തി മിനല്ലാഹ്, അള്ളാഹു ഉത്തരം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയും ഉണ്ടായിരിക്കണം. ദുആ ചെയ്യുമ്പോൾ ഖൽബ് ശ്രദ്ധയോടുകൂടി ഉണ്ടായിരിക്കണം. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം ചെയ്യുമെന്നുള്ള പ്രതീക്ഷ, ഉത്തരം ചെയ്യുമെന്നുള്ള ദൃഢമായ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ദുആ ചെയ്യാണ്. എന്താണ് ദുആ ചെയ്യുന്നത്? ഈ ഒരു മേശ അത് സ്വർണത്തിന്റെ മേശയായിരിക്കണം എന്ന് ദുആ ചെയ്യാന്ന് വിചാരിക്കാം. സ്വർണത്തിന്റെ മേശയാകണമെന്ന് ദുആ ചെയ്യാന്ന് വിചാരിക്കാം. അപ്പൊ എങ്ങനെയായിരിക്കും ദുആ ചെയ്യുന്ന അവസ്ഥ? ചിലപ്പോ നമ്മൾ എന്തായിരിക്കും, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, യാതൊരു അവസ്ഥയില്ല, അതൊന്നും ഇതിപ്പോ സ്വർണ്ണാവാന്നുള്ളത് നടക്കുന്നതല്ല, എന്നാലും വെറുതെ പറഞ്ഞു നോക്കുക, അങ്ങനെയാണോ ദുആ ചെയ്യേണ്ടത്? അല്ല. ദുആ ചെയ്യുമ്പോൾ ഇത് തീർച്ചയായും സംഭവിക്കും എന്ന ദൃഢതയിലായിരിക്കണം നമ്മുടെ ദുആ ഉണ്ടാവേണ്ടത്. അള്ളാഹുവിനോട് ഒരു കാര്യം, ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്, ഒരു കാര്യം തേടുമ്പോൾ ദൃഢമായ വിശ്വാസം, ദൃഢമായ ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, തിർമിദിയിൽ തന്നെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഉദ്ഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഏതവസ്ഥയിൽ? നിങ്ങൾ ദൃഢമായ ഉത്തരം ചെയ്യപ്പെടും, ഉത്തരം നൽകപ്പെടുമെന്നുള്ള ദൃഢമായ യഖീനോട് കൂടി നിങ്ങൾ ചോദിക്കുക. വഇന്ന അല്ലാഹ തആല ലാ യഖ്ബലു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അശ്രദ്ധമായിട്ടുള്ള ആ ഒരു പരിഗണനയുമില്ലാത്ത അവസ്ഥയിലുള്ള ഖൽബിന്റെ ദുആ, ആ ഖൽബിൽ നിന്നുള്ള ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്ന് കാണാൻ സാധിക്കും. മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, സ്വഹീഹ് ബുഖാരിയിൽ തന്നെ ഹദീസിൽ കാണാം, അല്ലാഹുമ്മ, ചില ആളുകൾ പറയും, അല്ലാഹുമ്മ ഇഗ്ഫിർലി ഇൻ ശിഅത, അങ്ങനെ പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുള്ള കാര്യം, അല്ലാഹ് നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്ക് പുറത്തായോ, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്ക് പുറത്തായോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലാകിൻ ലിയഅസിമിൽ മസ്അല ഫഇന്ന അല്ലാഹ ലാ മുക്രിഹ ലഹു, അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ എങ്ങനെ ചോദിക്കണം? വേണമെങ്കിൽ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ അങ്ങനെ ചോദിക്കാൻ പാടില്ല. അള്ളാഹുവിനോട് അങ്ങനെ ദുആ ചെയ്യാൻ പാടില്ല. അള്ളാഹുവിനോട് ദൃഢമായി നമ്മൾ ചോദിക്കുന്ന കാര്യം, അള്ളാഹ് എനിക്ക് വേണം, എനിക്ക് നീ നൽകണം, അങ്ങനെ ചോദിക്കണം. കാരണം അള്ളാഹ് നിന്റെ ഇഷ്ടം കൊണ്ട് തന്നോ, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നോ എന്ന് പറഞ്ഞാല് അള്ളാഹുവിനെ നിർബന്ധിച്ച് ചോദിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അള്ളാഹുവിനെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ വേറെ ഒരാൾക്ക് സാധിക്കും എന്ന അർത്ഥത്തിലേക്കാണ് വരുന്നത്. അള്ളാഹുവിനെ നിർബന്ധിക്കാരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അടിമ ചോദിക്കുന്നു എന്നുള്ള നിലയ്ക്ക് തന്നെ അതിയായ താഴ്മയോടുകൂടി നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. ഇനി സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹുവിനോട് ആവർത്തിച്ച് ചോദിക്കുക എന്നുള്ളത്, ഇൽഹാ, ദുആയിലുള്ള ആവർത്തിച്ച് ചോദിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരിക്കലും ഒരു മടുപ്പുണ്ടാവാൻ പാടില്ല. കാരണം അള്ളാഹുവിനോട് ചോദിക്കുന്നു എന്നത് തന്നെ എന്താണ്? ഇബാദത്താണ്. അള്ളാഹുവിനോട് ഒരു കാര്യം നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്നു എന്നുള്ളത് തന്നെ ഇബാദത്താണ്. എത്ര ചോദിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ഉത്തരം ചെയ്യൽ, അള്ളാഹുവിൽ നിന്നുള്ള ഉത്തരം ചെയ്യൽ നമുക്ക് അടുത്തുകൊണ്ടേ ഇരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അറാഫിൽ 56-ാമത്തെ ആയത്തിൽ പറയുകയാണ്, വദുഊഹു ഖൗഫൻ വതമഅ, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ഭയത്തോടുകൂടി ചോദിക്കുക, അതുപോലെ തന്നെ ആഗ്രഹത്തോടു കൂടി ചോദിക്കുക. ഇന്ന റഹ്മത്തല്ലാഹ് ഖരീബും മിനൽ മുഹ്സിനീൻ, അള്ളാഹുവിന്റെ കാരുണ്യം എന്നുള്ളത് മുഹ്സിനീങ്ങളുടെ, ഇഹ്സാൻ ചെയ്യുന്നവരുടെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്രത്തോളം സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നാം ആവർത്തിച്ച് ചോദിക്കുന്നുവോ അള്ളാഹുവിന് ഇഷ്ടമാണ്. ഒരടിമ തന്നോട് ആവർത്തിച്ച് വീണ്ടും വീണ്ടും ചോദിക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം അടിമ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാവുകയാണ്.
അതുകൊണ്ട് തന്നെ അത് മഹത്തായ കാര്യമാണ്. നമ്മുടെ ആവശ്യങ്ങൾ അത് ധാരാളം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. എത്രത്തോളമാണോ ചോദിക്കാൻ സാധിക്കുക അത്രത്തോളം ചോദിക്കുക. അങ്ങനെ ആയിരിക്കണം നമ്മൾ ദുആ ചെയ്യേണ്ടത്. ഇനി സഹോദരങ്ങളെ, നമ്മൾ ദുആ ചെയ്യുമ്പോൾ അതിന്റെ ഉത്തരം നൽകൽ ഏതൊക്കെ രീതിയിലാണ് ഉണ്ടാവുക? നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണ് ഉത്തരം ചെയ്യപ്പെടുക? ഹദീസുകളിൽ വന്നതുപോലെ പ്രധാനമായും 3 തരത്തിൽ നമുക്ക് കാണാം. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചോദിച്ച് നൽകുന്നത്, അത് കാര്യം. അതല്ല എങ്കിൽ ആ ദുആയിലൂടെ നമുക്ക് ബാധിക്കുന്ന ഒരു ദോഷം അള്ളാഹു സുബ്ഹാനഹു വ തആല നീക്കിത്തരും. അതല്ലെങ്കിൽ പരലോകത്തേക്ക് അത് ഒരുക്കി വെക്കും. അതല്ലെങ്കിൽ നമ്മുടെ ദുആ കൊണ്ട് നമ്മുടെ പാപം പൊറുത്തു കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാവും. നമ്മുടെ പാപം അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു നൽകും. ഇമാം അഹ്മദിന്റെ മുസ്നദിലും അതുപോലെ തന്നെ ഹാക്കിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്, അബൂ സഈദ് അൽ-ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മാ മിൻ മുസ്ലിമിൻ യദ്ഉ ബിദഅവത്തിൻ ലൈസ ലഹു ഫീഹാ ഇത്മുൻ ഔ ഖതീഅതു റഹിമിൻ. ഒരു അടിമ അവൻ ചോദിക്കുന്നില്ല, അള്ളാഹുവിനോട് തേടുകയാണ്. അവൻ എന്തല്ല ചോദിക്കുന്നത്? എന്തെങ്കിലും ഒരു തിന്മയുള്ള വിഷയത്തിനല്ല, എന്തെങ്കിലും ഹറാമായ ഒരു കാര്യം നടക്കണം എന്നല്ല ചോദിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ബന്ധം മുറിക്കുന്ന ഒരു കാര്യവുമല്ല ചോദിക്കുന്നത്. അങ്ങനെയുള്ള ഹറാമുകൾ ഒഴിവായിട്ട് ഒരു ഹലാലായിട്ടുള്ള നല്ല കാര്യമാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇല്ലാ അതാഹുല്ലാഹു ബിഹാ ഇഹ്ദാ സലാസ്, 3 കാര്യങ്ങളിൽ ഒന്ന് നൽകാതെ ഇരിക്കില്ല. 3 കാര്യങ്ങളിൽ ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകും. ഒന്ന്, ഇമ്മ അൻ യുഅജ്ജില ലഹു ദഅവതഹു, അല്ലെങ്കിൽ അവന്റെ ഉത്തരം, ദുആക്ക് ഉത്തരം പെട്ടെന്ന് തന്നെ ചെയ്യും. വ ഇമ്മ അൻ യദ്ഖിറഹാ ലഹു ഫിൽ ആഖിറ, അല്ലെങ്കിൽ അവന് ഇതിനുള്ള ഒരു ഉത്തരം ചെയ്യുന്നതിന് പകരമായിട്ട് പരലോകത്തിലേക്ക് അത് ഒരുക്കി വെക്കും. അതല്ലെങ്കിൽ വ ഇമ്മ അൻ യക്ഷിഫ അൻഹു മിനസ്സൂഇ മിസ്ലഹ, അവൻ ദുആ ചെയ്തതുപോലെ ഒരു ദോഷത്തിൽ നിന്ന്, അതിൽ യോജിച്ച രീതിയിൽ ദോഷത്തിൽ നിന്ന് അവനെ രക്ഷിക്കും. ഇനി തൊബ്രാനി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റു ചില റിവായത്തിൽ ഇതുകൂടി വന്നിട്ടുണ്ട്, ഔ യഗ്ഫിർ ലഹു ബിഹാ ദംബൻ ഖദ് സലഫ്, അവന്റെ മുൻകഴിഞ്ഞിട്ടുള്ള തിന്മ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ് എന്ന് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കുന്നതാണ്. ഇനി സഹോദരങ്ങളെ, ഈ മഗ്ഫിറത്ത് നമുക്ക് ദുആയിലൂടെ ലഭിക്കുമെന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് റജാഓടുകൂടി. കാരണം ഹദീസിൽ എന്താ വന്നത്? ദഅൗതനി വ റജൗതനി എന്നാണ്. റജാ ഉണ്ടായിരിക്കണം, അല്ലാഹുവിലുള്ള പ്രതീക്ഷ നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. ഒന്നാമത്തേത്, നാം പിടിച്ചിട്ടുള്ള ഏറ്റവും ബലവത്തായ കയറാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നുള്ളത്, അഥവാ ദുആ. എല്ലാത്തിനും കഴിവില്ല, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹുവിന് കഴിയാത്തതായിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഇല്ല. ആകാശഭൂമികളിൽ ഒന്നും തന്നെ ഇല്ല. അങ്ങനെയുള്ള ഒരാളോട് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷയില്ലാതിരിക്കാൻ എന്താണ് കാരണമുള്ളത്? അള്ളാഹുവിന് പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് പ്രതീക്ഷ ഇല്ലാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ഒരു കാരണവുമില്ല. എന്തെങ്കിലും കാരണം അവന് പറയാനുണ്ടോ? ഒരു കാരണവും പറയാനില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ഏറ്റവും നല്ല ചിന്ത, ഏറ്റവും നല്ല വന്നോട് കൂടിയിട്ടായിരിക്കണം നാം ചോദിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, അറിയിച്ച ഒരു ഹദീസ്, ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അന ഇൻദ വന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അതുപോലെയായിരിക്കും ഞാൻ അവനുണ്ടാവുക. അള്ളാഹുവിനെ കുറിച്ച് ഒരുത്തിനുള്ള വിചാരം എന്താണോ അതുപോലെയായിരിക്കും. ഫലിയദുന്ന ബിമാ ശാഅ, അവൻ ഉദ്ദേശിക്കുന്നത് എന്നെ കുറിച്ച് അവൻ വിചാരിച്ചുകൊട്ടെ. അവൻ അള്ളാഹുവിനെ കുറിച്ച് എങ്ങനെ വിചാരിക്കുക? അപ്പൊ അള്ളാഹുവിന്റെ ദുആ ഉത്തരം ചെയ്യില്ല, അല്ലെങ്കിൽ അള്ളാഹുവിനെ സഹായിക്കില്ല, അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്തോ അല്ലെങ്കിൽ ഒരു തുറവിയോ ഒരു ഫത്ഹോ ലഭിക്കില്ല, ഇങ്ങനൊക്കെ ഒരാൾക്ക് ചിന്തിക്കാം. എന്നാൽ ദൃഢമായി അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ എനിക്ക് ലഭിക്കുന്ന ഒരാൾക്ക് ചിന്തിക്കാം. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത എത്ര നന്നാവുന്നുവോ അതുപോലെ അവനോട് അള്ളാഹു തആലയും ഉണ്ടാകും. മറ്റൊരു റിവായത്തിൽ കാണാം, ഫലാ തദുന്നു ബില്ലാഹി ഇല്ലാ ഖൈറ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഖൈറല്ലാതെ ഒന്നും തന്നെ നിങ്ങൾ വിചാരിക്കാൻ പാടില്ല എന്ന് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നമ്മോടുള്ള കാരുണ്യവും നമ്മോടുള്ള സ്നേഹവും മുഅ്മിനീങ്ങളോടുള്ള അങ്ങേയറ്റത്തെ കാരുണ്യം മനസ്സിലാക്കിയാൽ നാം അത്ഭുതപ്പെട്ടു പോകും. അള്ളാഹുവിനെ ധിക്കരിക്കാൻ ലജ്ജിച്ചു പോകും. അള്ളാഹുവിനെ ധിക്കരിച്ച് ഒരു തിന്മ ചെയ്യുമ്പോൾ ആ ലജ്ജ തന്നെ നമ്മെ വേദനിപ്പിച്ചു കളയും. ഒരു ഹദീസ് നമ്മൾ ചിന്തിച്ചു നോക്കും. സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, മുത്തഫഖുൻ അലൈഹി ആയിട്ട് ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളതാണ്. യഅ്തില്ലാഹു ബിൽ മുഅ്മിനി യൗമൽ ഖിയാമ, നാളെ യൗമുൽ ഖിയാമയിൽ ഒരു മുഅ്മിനെ അള്ളാഹു കൊണ്ടുവരും.
فيقربه حتى يجعله في حجابه من جميع الخلق. മറ്റെല്ലാ സൃഷ്ടികളിൽ നിന്നും ഒരു മറയിട്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് അടിമയെ അള്ളാഹു അടുപ്പിക്കും. ഫയഖൂൽ, എന്നിട്ട് പറയും, ലം അഖ്റ ഫയുഅരിഫു ദംബൻ ദംബൻ അതഅരിഫു അതഅരിഫു, അവനോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. അതായത് അവൻ ചെയ്ത തിന്മകൾ കാണിച്ചുകൊണ്ടിരിക്കും, അവന്റെ ഏടുകൾ കാണിച്ചുകൊണ്ടിരിക്കും. ഇന്നാലിന്ന പാവം, ഇന്നാലിന്ന പാവം, ഇതൊക്കെ നിനക്ക് അറിയില്ലേ, ഇതൊക്കെ നീ ചെയ്തതല്ലേ ചോദിക്കും. ഫയഖൂൽ, അടിമ പറയും, നഅം നഅം, അതെ ഞാൻ ചെയ്തതാണ്. ثم يلتفت العبد يمنة ويسرة, ഈ അടിമ എല്ലാം തീർന്നു, തിന്മകളാണ് കാണുന്നത്, അവൻ വലത്തോട്ടും ഇടത്തോട്ടും ഇങ്ങനെ നോക്കും. فيقول الله تعالى, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയും, لا بأس عليك يا عبدي أنت في ستري, എന്റെ അടിമയെ നിനക്കൊരു കുഴപ്പമില്ല, നീ എന്റെ മറയിലാണ്, ഞാൻ നിനക്ക് മറയിട്ടതാണ്. മിൻ ജമീഇ ഖൽഖി, എന്റെ എല്ലാ സൃഷ്ടികളിൽ നിന്നും ഞാൻ നിനക്ക് മറയിട്ടിട്ടുണ്ട്. ലൈസ ബൈനി വബൈനക അഹദുൻ യത്തലിഉ അലാ ദുനൂബിക ഗൈരി, ഞാനല്ലാതെ നിന്റെ തിന്മകളിലേക്ക് നോക്കുന്ന ഒരാളും നമ്മുടെ ഇടയിലില്ല, ഞാനല്ലാതെ നിന്റെ തിന്മകൾ അറിയുന്ന ഒരാളും തന്നെ നമ്മുടെ ഇടയിലില്ല. ഗഫർതുഹാ ലക ബിഹർഫിൻ വാഹിദിൻ മിൻ ജമീഇ മാ അതൈതനി ബി, നീ കൊണ്ടുവന്ന ഈ തിന്മകളെല്ലാം ഒരു കലിമത്ത് കൊണ്ട്, ഒരു വാക്ക് കൊണ്ട് നിനക്ക് ഞാൻ ഇത് പൊറുത്തി നൽകുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അടിമ ചോദിക്കും, ഖാല മാ ഹുവ യാ റബ്ബ്, എന്താണ് റബ്ബേ ആ വാക്ക്? ഖാല കുൻതു ലാ തർജു അൽ അഫ്വ മിൻ അഹദിൻ ഗൈരി, നീ എങ്ങനെയായിരുന്നു, നീ ഏത് അവസ്ഥയിലായിരുന്നു, എന്നിൽ നിന്നല്ലാതെ ഒരു അഫ്വ നീ പ്രതീക്ഷിച്ചിട്ടില്ല, അള്ളാഹു എനിക്ക് പുറത്തു നൽകുമെന്ന ഒരു ബോധത്തിലല്ലാതെ നീ ജീവിച്ചിട്ടില്ല. തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ട്, പക്ഷെ അള്ളാഹു പുറത്തു നൽകും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി ആ മടക്കത്തിന് അവൻ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയുക. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ, എന്റെ പാപങ്ങൾ പുറത്തു തരാൻ അള്ളാഹു അല്ലാതെ മറ്റൊരാളുമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തേടുമ്പോൾ അതിയായ ആഗ്രഹത്തോടു കൂടിയും അതിയായ പ്രതീക്ഷയോടും കൂടി മാത്രമാണ് നാം തേടേണ്ടത്. ഒരു സംഭവം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു വ്യക്തി വന്നു. ആ വ്യക്തി വന്നിട്ട് പറയുന്നത്, വാ ദുനൂബ, എന്റെ പാപങ്ങൾ, എന്റെ പാപങ്ങൾ. അറബിയിൽ നിലവിളിക്കുന്ന ഒരു രൂപമാണ്, മൃദുബയുടെ രൂപമാണ്. അവൻ എന്റെ തിന്മകൾ കൂടുതലായി പോയിട്ടുണ്ട്, ഞാൻ തിന്മകൾ ചെയ്തു പോയിട്ടുണ്ട് നിനക്ക് പറഞ്ഞു. മർറത്തൈനോ സലാസൻ, 2-3 തവണ അത് ആവർത്തിച്ചു. ഫഖാല ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ അല്ലാഹുമ്മ മഗ്ഫിറതുക ഔസഉ മിൻ ദുനൂബി വറഹ്മതുക അർജാ ഇൻദി മിൻ അമലി, നീ പറയുക, മഗ്ഫിറതുക ഔസഉ മിൻ ദുനൂബി, അല്ലാഹ് നിന്റെ മഗ്ഫിറത്താണ് എന്റെ പാപങ്ങളെക്കാൾ വിശാലമായിട്ടുള്ളത്. അതുപോലെ തന്നെ നിന്റെ റഹ്മത്താണ് എനിക്ക് എന്റെ കർമ്മങ്ങളെക്കാൾ നിന്നുള്ള പ്രതീക്ഷ നിന്റെ റഹ്മത്താണ്. ഞാൻ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, അതല്ല, നിന്റെ റഹ്മത്താണ് എനിക്കുള്ള പ്രതീക്ഷ. ഫഖാലഹാ ثم قال له عد, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തപ്പോൾ അയാൾ ഇത് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ഒന്നുകൂടിയും പറയും, ഫആല, ഒന്നുകൂടിയും പറഞ്ഞു. ثم قال له عد فعاد, നീ ഒന്നുകൂടി പറയാൻ പറഞ്ഞു, അയാൾ വീണ്ടും പറഞ്ഞു. فقال له, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖും ഖദ് ഗഫറല്ലാഹു ലക, നീ എഴുന്നേറ്റോ, അല്ലാഹു നിനക്ക് പുറത്തു നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ആ മഗ്ഫിറത്ത്, അതിയായ ആ വിഷമത്തോടു കൂടി തന്നെ നമ്മൾ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ബൈത്തിന്റെ വരികളിൽ കാണാം, യാ റബ്ബി ഇൻ അദുമത് ദുനൂബി കസ്റതൻ, റബ്ബേ എന്റെ പാപങ്ങൾ എത്ര അധികരിച്ചാലും ഫലഖദ് അലിംതു ബിഅന്ന അഫ്വക അഅ്ദമു, എനിക്കറിയാം നിന്റെ അഫു, നിന്റെ ഈ പാപമോചനം അതാണ് അതിനേക്കാൾ വലുതായിട്ടുള്ളത്. ഇൻ കാന ലാ യർജൂക ഇല്ലാ മുഹ്സിനുൻ ഫമൻ ദല്ലദി യദ്ഉ വയർഹമുൽ മുജ്രിമു, നിന്നിൽ ഒരു മുഹ്സിൻ അല്ലാതെ മറ്റാരും പ്രതീക്ഷ വെക്കുന്നില്ല എങ്കിൽ തിന്മ ചെയ്ത ആളുകൾ ആരോടാണ് ദുആ ചെയ്യുക, ആരാണ് അവരോട് കാരുണ്യം ചൊരിയുക? മാലി ഇലൈക വസീലത്തുൻ ഇല്ല റജാ, പ്രതീക്ഷയല്ലാതെ മറ്റൊരു മാർഗവും എനിക്ക് നിന്നിലേക്കില്ല. വജമീലു അഫ്വിക സുമ്മ ഇന്നി മുസ്ലിമു, നിന്റെ ഈ അഫ്വ് പ്രതീക്ഷിച്ച്, അതിന്റെ ആ ഒരു അങ്ങേറ്റത്തെ ഭംഗി പ്രതീക്ഷിച്ച് ഞാനിതാ ഏറ്റവും നല്ല രീതിയിൽ കീഴുതുന്നു എന്ന് പറഞ്ഞ ബൈറ്റുകൾ കാണാൻ സാധിക്കും. അപ്പൊ ഒന്നാമത്തെ കാരണം സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യലും അതുപോലെ തന്നെ അല്ലാഹുവിൽ പ്രതീക്ഷ വെച്ച് ദുആ ചെയ്യലുമാണ്. ഇനി രണ്ടാമത്തെ കാരണം ഈ ഹദീസിൽ വന്നിട്ടുള്ളത് അൽ ഇസ്തിഗ്ഫാർ ലൗ അദമത് ദുനൂബ്, എത്ര പാപം കൂടിയാലും, പാപങ്ങൾ എത്ര വർദ്ധിച്ചു പോയാലും ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ളത്, അള്ളാഹുവിനോട് പാപമോചനം തേടുക എന്നുള്ളത്. കാരണം ഈ ഹദീസിന്റെ രണ്ടാമത്തെ
ഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമയെ വിളിച്ചു പറയുന്നു, ലൗ അഖ്തഅതും ഹത്താ ബലഗത് ഹതായാകും മാ ബൈന അസ്സമാഇ വൽ അർദ് ثم استغفرتم الله لغفر لكم. അഫൽ ഹദീസിന്റെ ലഫ്ളല്ല, പിന്നെ ഈ ഹദീസിന്റെ തന്നെ വേറൊരു റിവായത്തിൽ വന്നതാണ്. നമ്മൾ ഈ ഹദീസിന്റെ ലഫ്ള് എന്താണ്? നീ പിന്നെ ആകാശത്തോളം തിന്മ ചെയ്തു കഴിഞ്ഞാലും അതുകൊണ്ട് വന്നാലും ഇസ്തിഗ്ഫാർ ചോദിച്ചാൽ ഞാൻ നിനക്ക് പുറത്തു തരും. അതേ അർത്ഥത്തിലുള്ള വേറൊരു ലഫ്ളാണ് വായിച്ചത്, എത്ര ആകാശ ഭൂമികളോളം തിന്മ ചെയ്താലും ഇസ്തിഗ്ഫാർ തേടിയാൽ ഞാൻ നിനക്ക് പുറത്തു തരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ? ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മഗ്ഫിറത്തിനെ തേടുക എന്നാണ് ഇസ്തിഗ്ഫാർ കൊണ്ടുള്ള അർത്ഥം. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഗ്ഫിറത്ത് പാപമോചനം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരടിമ തന്റെ പാപങ്ങൾ മറ്റാരും അറിയാതെ അത് മറച്ചു വെക്കണം. അതുപോലെ തന്നെ ഇനി വരുന്ന കാലത്ത് തിന്മകളിൽ നിന്നൊരു വിഖായത്ത്, ഒരു സംരക്ഷണം എനിക്ക് നൽകണം. ഇതാണ് മഗ്ഫിറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുറത്തു നൽകണം എന്നുള്ളത് അത് മായ്ച്ചു കളയണം, അത് മറച്ചു വെക്കണം. അതുപോലെ തന്നെ വരുന്ന കാലത്ത് ആ പാപങ്ങളിൽ നിന്ന് ഒരു സംരക്ഷണവും നൽകണം. ഖുർആനിൽ ധാരാളം സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാറിനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണം എന്നുള്ളത്. സൂറത്തുൽ മുസമ്മിലെ 20-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വസ്തഗ്ഫിറുല്ലാഹ് ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം, അല്ലാഹു ഗഫൂറുർ റഹീമുമാണ്. അതുപോലെ സൂറത്ത് ഹൂദിലെ 3-ാമത്തെ ആയത്തിൽ വഅനിസ്തഗ്ഫിറു റബ്ബക്കും തുമ്മ തൂബൂ ഇലൈഹി, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. അങ്ങനെ ധാരാളം കൽപ്പനകൾ കാണാം. ഇനി മറ്റു ചില സന്ദർഭങ്ങളിൽ ഇസ്തിഗ്ഫാർ നടത്തുന്നവരെ പ്രശംസിച്ചുകൊണ്ട്, അവരെ മദ്ഹ് ചെയ്തുകൊണ്ട് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആലി ഇമ്രാനിലെ 17-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. അവർ എങ്ങനെയുള്ള ആളുകളാണ്? മുഹ്സിനീങ്ങൾ. അവർ പ്രഭാതത്തിൽ ഫജ്റിന് മുമ്പുള്ള ആ സമയങ്ങളിൽ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുന്ന ആളുകളായിരിക്കും. അതുപോലെ സൂറത്തു ആലി ഇമ്രാനിലെ 135-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ. ആളുകൾ അവർ എന്തെങ്കിലും മ്ലേച്ഛമായ തിന്മകൾ ചെയ്തു പോയാൽ, ഔ ളലമു അൻഫുസഹും, അല്ലെങ്കിൽ സ്വന്തത്തിനോട് തന്നെ അക്രമം പ്രവർത്തിക്കുന്ന തിന്മകൾ സംഭവിച്ചു പോയാൽ, ദക്കറുല്ലാഹ്, അവരുടെ ഗുണം എന്താണ്? അവർ അല്ലാഹുവിനെ ഓർക്കും. അവരങ്ങനെ അല്ലാഹുവിനെ ഓർത്തു കഴിഞ്ഞാൽ ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം, അവരുടെ പാപങ്ങൾക്ക് അവർ ഇസ്തിഗ്ഫാർ തേടും. വമൻ യഗ്ഫിറുദ് ദുനൂബ ഇല്ലല്ലാഹ്, വമൻ യഗ്ഫിറുദ് ദുനൂബ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ആരാണ് പാപങ്ങൾ പൊറുക്കാനുള്ളത്? അല്ലാഹു അല്ലാതെ ആരാണ് പാപങ്ങൾ പൊറുക്കാനുള്ളത്? നമ്മുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും സഹോദരങ്ങളെ, പാപങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? അല്ലാഹുവിലുള്ള റജാ നമുക്ക് നഷ്ടപ്പെടും, അല്ലാഹുവിലുള്ള പ്രതീക്ഷ നമുക്ക് നഷ്ടപ്പെടും. ഇപ്പൊ തിന്മ ചെയ്യുമ്പോൾ ഉലമാക്കളൊക്കെ ഓർമ്മിക്കുന്ന ഒരു കാര്യം, തിന്മ കൊണ്ടുണ്ടാകുന്ന വലിയ അപകടം പറഞ്ഞാല് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശ വരും. നമ്മൾ വിചാരിക്കും നമ്മൾ ചെറിയ ചെറിയ തിന്മകൾ സംഭവിച്ചു പോയാൽ, ചിലപ്പോ ഒരു കുറച്ച് തഖ്വയോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാളാവും, ഒരു തിന്മ സംഭവിച്ചു, അവൻ ചിലപ്പോൾ ഒന്ന് വുളു എടുക്കും, 2 റക്അത്ത് നിസ്കരിക്കും, അല്ലെങ്കിൽ സദഖ നൽകും, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടും. ആ പാവം വീണ്ടും സംഭവിച്ചാൽ അതിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ ഒന്ന് കുറയും, സദഖ കൊടുക്കാൻ നിൽക്കും, സുന്നത്ത് നിസ്കരിക്കുന്നുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലും കുറയും, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലും കുറയും. അങ്ങനെ കുറഞ്ഞ അവസാനം ഞാൻ എന്തിനാ ഈ ഇസ്തിഗ്ഫാർ തേടുന്നത്? അവൻ അതിനുള്ള ആ ഒരു ഇറാദത്തെ നഷ്ടപ്പെടും. അങ്ങനെ അള്ളാഹുവിന്റെ കാര്യത്തിൽ നിരാശപ്പെടുന്ന അവസ്ഥയുണ്ടാവും. വളരെ അപകടമാണ്, വളരെ അപകടമാണ്. എത്ര തിന്മകൾ സംഭവിച്ചാലും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുന്നതിൽ ഒരു മടിയും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഇനി 3-ാമത് ഖുർആനിൽ ഇസ്തിഗ്ഫാറിനെ പരാമർശിച്ചിട്ടുള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാർ ചെയ്യുന്നവർക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. സൂറത്തു നിസായിലെ 110-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, വമൻ യഅമൽ സൂഅൻ ഔ യദ്ലിം നഫ്സഹു തുമ്മ യസ്തഗ്ഫിരില്ലാഹ്. ആരെങ്കിലും ഒരു തിന്മ ചെയ്യുകയാണ്, അല്ലെങ്കിൽ സ്വന്തത്തിനോട് ദുൽമ് ചെയ്യുകയാണ്, പിന്നെ അവൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുകയാണ്, എന്നിട്ട് പറയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുമ്മ യസ്തഗ്ഫിരില്ലാഹ് യജിദില്ലാഹ ഗഫൂറ റഹീമ. അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടും, അള്ളാഹുവിനെ ഗഫൂറായിട്ടും റഹീമായിട്ടും, അങ്ങേയറ്റം പാപങ്ങൾ പൊറുക്കുന്നവനായിട്ടും അങ്ങേയറ്റം കാരുണ്യം ചൊരിയുന്നവനായിട്ടും അവൻ അള്ളാഹുവിനെ കാണാൻ സാധിക്കും. ഇങ്ങനെ പല രീതിയിൽ ഇസ്തിഗ്ഫാറിനെ സംബന്ധിച്ച് ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇനി സഹോദരങ്ങളെ, ഇസ്തിഗ്ഫാറിനോടൊപ്പം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് തൗബ എന്നുള്ളത്. ഇസ്തിഗ്ഫാറിനോടൊപ്പം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് തൗബ എന്നുള്ളത്. കാരണം പലപ്പോഴും അത് ഒരുമിച്ച് വന്നിട്ടുണ്ട്. എന്താണ് ഇസ്തിഗ്ഫാറും തൗബയും തമ്മിലുള്ള വ്യത്യാസം? തൗബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്തിഗ്ഫാറിനേക്കാൾ ഒന്നുകൂടി ഗൗരവത്തിലുള്ള ഒരു കാര്യമാണ്.
അതായത് തൗബ ചെയ്യുമ്പോൾ അവൻ ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോഴും ആ പാപം ഞാൻ അവസാനിപ്പിക്കുകയാണെന്നുള്ള ബോധം വേണം, അവൻ ആ രീതിയിലായിരിക്കണം. പക്ഷെ തൗബ ചെയ്യുമ്പോൾ അവൻ ദൃഢമായി ആ പാപം പൂർണ്ണമായി അവസാനിപ്പിച്ച് ദൃഢമായി അതിലേക്ക് മടങ്ങില്ല എന്ന് ഉറപ്പിച്ച് അതിൽ അതിയായി ഖേദം നെതുമ്, അതാണ് തൗബ എന്ന് പറയുന്നത്. അതിയായ വിഷമം ഉണ്ടാവണം ആ വിഷയത്തിൽ, അത് തിന്മ സംഭവിച്ചു പോയത്. അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യമാണ് തൗബ എന്ന് പറയുന്നത്. ഇസ്തിഗ്ഫാർ എന്നുള്ളത് എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. തൗബ എന്ന് പറഞ്ഞാൽ ഈ ഒരു പൂർണ്ണമായ ബോധത്തോടു കൂടി എല്ലാ തരത്തിലും ഒരുങ്ങിക്കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് തൗബ എന്ന് പറയുന്നത്. ഇനി സഹോദരങ്ങളെ, ഇസ്തിഗ്ഫാർ നമ്മുടെ നാവിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. എപ്പോഴും ഇസ്തിഗ്ഫാർ നമ്മുടെ നാവിൽ ഉണ്ടായിരിക്കണം. അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തിന്മകളെക്കാൾ കൂടുതൽ അറിയാതെ ചെയ്ത തിന്മകളായിരിക്കും. ചിലപ്പോൾ നമ്മുടെ സംസാരത്തിൽ നമ്മുടെ ഒരു വാക്കുകൊണ്ട് കൽബിൽ വേദനയേറ്റ സഹോദരങ്ങളുണ്ടാവും. നമ്മൾ ചിലപ്പോൾ തമാശക്ക് ഒരുമിച്ചിരുന്ന് സംസാരിച്ചായിരിക്കും, പക്ഷെ നമ്മുടെ നാവിൽ നിന്ന് വന്നൊരു വാക്ക് അത് കേട്ട ഒരാൾക്ക് രാത്രി ഉറക്കം നഷ്ടപ്പെടുമാറ് വിഷമമുണ്ടാക്കുമാറ് അവന്റെ കൽബിൽ തട്ടിയിട്ടുണ്ടാവും, നമ്മളത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്ക് അത് ചിലപ്പോൾ ഗീബത്തായിരിക്കും, നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ പല രീതിയിൽ നമ്മൾ അറിയാതെ പല തിന്മകൾ നമ്മളിൽ സംഭവിച്ചു പോയേക്കാം. അപ്പൊ ഇസ്തിഗ്ഫാർ ആണ് അത് മായ്ക്കാനുള്ള വഴി. ലുഖ്മാൻ അലൈഹിസ്സലാം പിന്നെ ഹക്കീമായിരുന്ന ഹിക്മത്ത് ഉണ്ടായിരുന്ന ലുഖ്മാൻ അലൈഹി ഇസ്ലാമിന്റെ വാക്കുകളിൽ കാണാം, അദ്ദേഹം മകന് കൊടുത്ത ഉപദേശങ്ങളിൽ യാ ബുനയ്യ, ഖുർആനിലല്ല അല്ലാതെ യാ ബുനയ്യ അവ്വിദ് ലിസാനക അല്ലാഹുമ്മ ഗഫിർലി, എന്റെ മോനെ നിന്റെ നാവ് എപ്പോഴും ആവർത്തിച്ചുകൊണ്ടേ അല്ലാഹുമ്മ ഗഫിർലി അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹു എനിക്ക് പുറത്തു നൽകണേ എന്ന് പറയുക. ഫഇന്ന ലില്ലാഹി സഅat ലാ യറുദ്ദു ഫീഹാ സായിലൻ, അല്ലാഹുവിന് ചില സമയങ്ങളുണ്ട്, ചില പ്രത്യേക സമയങ്ങളുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നവർ എന്ത് ചെയ്യില്ല, തട്ടിക്കളയില്ല, അത് നൽകുമെന്ന് കാണാം. ഹസൻ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഒരു അസറിൽ കാണാം, അദ്ദേഹം പറഞ്ഞതായിട്ട് അക്തിറൂ മിനൽ ഇസ്തിഗ്ഫാരി ഫീ ബുയൂതികും വഅലാ മവാഇദികും വഫീ തുർഖികും വഫീ അസ്വാഖികും വഫീ മജാലിസികും, നിങ്ങളുടെ വഴികളിലും നിങ്ങളുടെ വീടുകളിലും നിങ്ങളുടെ അങ്ങാടികളിലും എല്ലാ നിങ്ങൾ ഇരിക്കുന്നിടത്തും എപ്പോഴും നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. വഅൈനമാ കുൻതും ഫഇന്നകും മാ തദ്റൂന മതാ തൻസിലുൽ മഗ്ഫിറ, ഇനി നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, നിങ്ങൾക്കറിയില്ല എപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനുള്ള മഗ്ഫിറത്ത് ഇറങ്ങുക എന്ന് നിങ്ങൾക്കറിയില്ല എന്ന് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ സഹോദരങ്ങളെ, ധാരാളം അസറുകൾ ഉലമാക്കൾ സലഫുകൾ പറഞ്ഞത് നമുക്ക് കാണാം. അവർ എത്രത്തോളം തിന്മകൾ ചെയ്ത ആളുകൾ അവർ ഇസ്തിഗ്ഫാറിൽ മുഴുകുന്നത് കൊണ്ട് അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ട ധാരാളം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഒരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അബ്ദൻ അദ്നബ ദംബൻ, ഒരു അടിമ അവൻ ഒരു തിന്മ ചെയ്യാണ്. ഫഖാല, എന്നിട്ട് അവൻ പറഞ്ഞു, റബ്ബി അദ്നബ്തു ദംബൻ ഫഗ്ഫിർലി, റബ്ബേ ഞാൻ തിന്മ ചെയ്തു പോയി, ഞാനൊരു തിന്മ ചെയ്തു പോയി, എനിക്ക് നീ പുറത്തു നൽകണം. ഖാല അല്ലാഹു തആല, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അലിമ അബ്ദി അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ വയഖുദു ബിഹി, എന്റെ അടിമക്കറിയാം അവനൊരു റബ്ബ് ഉണ്ട് എന്നുള്ള ബോധം അവനുണ്ട്. ആ റബ്ബ് അവന്റെ പാപം പുറത്തു കൊടുക്കാനും അവനെ ആ പാവത്തിന്റെ മേലെ പിടികൂടാനും ശിക്ഷിക്കാനും അധികാരമുള്ളവനും കഴിവുള്ളവനുമാണെന്ന് അടിമക്ക് ബോധമുണ്ട്. അള്ളാഹു പറയും, ഗഫർതു ലി അബ്ദി, എന്റെ അടിമക്ക് ഞാനിതാ പുറത്തു കൊടുത്തിരിക്കുന്നു. അവനെ കുറച്ച് ദിവസം അവൻ പാപമൊന്നും ചെയ്യാതെ നല്ല അവസ്ഥയിൽ അള്ളാഹിനനുസരിച്ച അവസ്ഥയിൽ ജീവിക്കുകയാണ്. വീണ്ടും അവൻ എന്ത് ചെയ്യാണ്, വീണ്ടും ഒരു തിന്മ ചെയ്യാണ്. അല്ലെങ്കിൽ അവൻ നേരത്തെ ഉണ്ടായതുപോലെ തന്നെ തിന്മ ചെയ്ത് നേരത്തെ ഉണ്ടായതുപോലെ തന്നെ അവൻ അള്ളാഹുവിനോട് പറയും. അങ്ങനെ 2 3 തവണ ഒക്കെ അങ്ങനെ സംഭവിക്കുക. അങ്ങനെ വേറെ ചില റിവായത്തിൽ കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയൊക്കെ അവൻ ഇസ്തിഗ്ഫാർ തേടുമ്പോൾ അള്ളാഹു പറയും, ഖദ് ഗഫർതു ലിഅബ്ദി ഫലിയഅമൽ മാ ഷാ, ഞാൻ എന്റെ അടിമക്ക് പുറത്തു കൊടുക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്തു കൊള്ളട്ടെ, അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്തു കൊള്ളട്ടെ. ഒരടിമ അവൻ ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യുന്നിടത്തോളം കാലം അവൻ എന്താണ്, ഖൈറിലാണ്. അവൻ ഇസ്തിഗ്ഫാറും തൗബയിലും മുഴുകുന്നിടത്തോളം അവൻ ഖൈറിലാണ്. പക്ഷെ തിന്മ കൂടുതൽ ചെയ്താൽ പിന്നെ ഇസ്തിഗ്ഫാർ ചെയ്യാൻ സാധിക്കില്ല, അതാണ് വിഷയം. പിന്നെ തൗബ ചെയ്യാനൊന്നും തോന്നില്ല. അവന് ഇസ്തിഗ്ഫാറോ തൗബയോ അവൻ അതിനോടുള്ള ഇറാദത്ത് അവൻ ചിലപ്പോ ഒന്നെങ്കിൽ നിരാശയിലാവും, ഞാൻ ചെയ്തിട്ട് കാര്യമില്ല, ഇത്രയും തിന്മ ചെയ്തിട്ട് എങ്ങനെ ചെയ്യാ,
അവൻ അതിനോട് മടുപ്പ് തോന്നും, അവൻ അതിൽ നിന്ന് പിന്തിരിയുന്ന അവസ്ഥയുണ്ടാവും. അതാണ് പാപത്തിന്റെ അപകടം. ഇസ്തിഗ്ഫാർ ഉള്ളിടത്തോളം കാലം ഖൈറായിരിക്കും, പക്ഷെ ഒരിക്കലും തിന്മയിൽ മുഴുകിയാൽ അവൻ അതിൽ ഇസ്തിഗ്ഫാറിൽ ഉറച്ചിരിക്കാൻ സാധിക്കില്ല. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, അബൂ ദാവൂദ്, തിർമിദി എന്നിവർ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, മാ അസറ മൻ ഇസ്തഗ്ഫറ വഇൻ ആദ ഫിൽ യൗമി 70 മറത്തൻ. ഒരാൾ ഇഖ്ലാസോട് കൂടി ഇസ്തിഗ്ഫാർ ചെയ്യുന്നവനാണ്, 70 തവണ അവൻ ആ തിന്മ ഒരു ദിവസത്തിൽ ആവർത്തി ചെയ്താലും അവൻ തിന്മയിൽ ഉറച്ചു നിൽക്കുന്നവനാവുകയില്ല. അതായത് മനുഷ്യരുടെ ഒരു അവസ്ഥയാണ്. ചിലപ്പോ ഒരു തിന്മ അവൻ ചെയ്യും, രാവിലെ ചെയ്യും, അവൻ ഇസ്തിഗ്ഫാർ ചെയ്യും. കുറച്ച് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴേക്കും ചിലപ്പോൾ ആ തിന്മ വീണ്ടും അവൻ ആവർത്തിക്കും, വീണ്ടും ഇസ്തിഗ്ഫാർ ചെയ്യും, വീണ്ടും. പക്ഷെ ആ ഇസ്തിഗ്ഫാർ എന്തായിരിക്കും? അവൻ അതിയായ വിഷമത്തോടു കൂടിയായിരിക്കും, പക്ഷെ ആ തിന്മ ചിലപ്പോൾ വീണ്ടും സംഭവിച്ചു പോകുന്നുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ അവരുടെ എന്ത് പറയാൻ പാടില്ല? തിന്മയിൽ മുഴുകിയവനാണ് എന്ന് പറയാൻ അവൻ അങ്ങനെ ആവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. കാരണം ആ ഇസ്തിഗ്ഫാറിന്റെ മഹത്വം കൊണ്ടാണ് ഇവിടെ അറിയിക്കുന്നത്. എന്നാൽ സഹോദരങ്ങളെ, ചില ആളുകളുടെ ഇസ്തിഗ്ഫാർ ഉണ്ട്, നമ്മൾ അതിൽ പെട്ടവരാണോ എന്ന് പരിശോധിക്കണം. അവർ ഇസ്തിഗ്ഫാർ പറയുന്നുണ്ടാവും, പക്ഷെ അവര് തിന്മയെ അവസാനിപ്പിക്കുകയോ കൽബിൽ ദൃഢമായി ഉറപ്പിക്കുകയോ ഒന്നും ചെയ്യൂല. ആ തിന്മ ഒഴിവാക്കണം എന്നുള്ള ദൃഢമായ ആഗ്രഹം ഉണ്ടാവില്ല, ആ തിന്മ നിർത്തുന്നുണ്ടാവില്ല, പക്ഷെ ഇസ്തിഗ്ഫാർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥ ചില ആളുകളിൽ കാണാൻ സാധിക്കും. ഒരു ഹദീസ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം, വൈലുൽ ലില്ലദീന യുസിറൂന അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. അറിഞ്ഞുകൊണ്ട് താൻ ചെയ്യുന്ന തിന്മകളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്ക് നാശം എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അത്തായിബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹ്. ഒരു തിന്മയിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയ ഒരു അടിമ, അവന്റെ അവസ്ഥ എന്താണ്? ഒരു തിന്മയും ചെയ്യാത്തവനെ പോലെയാണ്. വൽ മുസ്തഗ്ഫിറു മിൻ ദംബിൻ വഹുവ മുഖീമുൻ അലൈഹി. ഒരു ആൾ ഇസ്തിഗ്ഫാർ തേടാണ്, അവന്റെ തിന്മയിൽ നിന്ന് ഇസ്തിഗ്ഫാർ തേടുന്നുണ്ട്, പക്ഷെ അവൻ തിന്മയിൽ മുഴുകുന്ന അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അവൻ ഏതവസ്ഥയാണ്? കൽ മുസ്തഹ്സി ബി റബ്ബിഹി. അവന്റെ റബ്ബിനെ കൊണ്ട് കളിയാക്കുന്നവരെ പോലെയാണ്, അവന്റെ റബ്ബിനെ കളിയാക്കുന്നവനെ പോലെ ഒരു അവസ്ഥയിലാണ്. കാരണം അവൻ എന്താണ്? അവൻ ആത്മാർത്ഥയില്ലാതെ വെറുതെ ഇസ്തിഗ്ഫാർ പറഞ്ഞുകൊണ്ടിരിക്കുക. അവൻ അതിൽ നിന്ന് തൗബ ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതിൽ നിന്ന് മടങ്ങണമെന്നോ ഈ തരത്തിലുള്ള ഒരു ചിന്തയുമില്ലാതെ അവൻ അതിൽ മുഴുകുന്ന അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ അത് നാശത്തിലേക്കുള്ള വഴിയാണ്. അതുകൊണ്ടാണ് ചില സലഫുകൾ പറഞ്ഞത്, ഇസ്തിഗ്ഫാറുനാ ഹാദാ യഹ്താജു ഇലാ ഇസ്തിഗ്ഫാരിൻ കസീർ. നമ്മളിപ്പോ നടത്തുന്ന ഇസ്തിഗ്ഫാർ ഉണ്ടല്ലോ, നമ്മൾ ഇസ്തിഗ്ഫാർ, ആ ഇസ്തിഗ്ഫാർ പറഞ്ഞതിന് വേറെ കുറെ ഇസ്തിഗ്ഫാർ പറയേണ്ടി വരും. കാരണം ആ ഇസ്തിഗ്ഫാർ എന്തല്ല, നമ്മൾ ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞതല്ല, അത് ചെയ്തു പോയി എന്നുള്ളതിന് വേറെ ഇസ്തിഗ്ഫാർ പറയേണ്ട അവസ്ഥയാണെന്ന് കാണാം. മറ്റു ചില ബൈത്തുകളിൽ കാണാം, അസ്തഗ്ഫിറുല്ലാഹ് മിൻ അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ ഇസ്തിഗ്ഫാർ തേടിയതിൽ നിന്ന് ഞാൻ ഇസ്തിഗ്ഫാർ തേടുന്നു. മിൻ ലഫ്വത്തിൻ ബദറത് ഖാലഫ്തു മഅനാഹാ, നാവ് വാക്ക് പറഞ്ഞു പോയിട്ടുണ്ട്, പക്ഷെ അതിന്റെ അർത്ഥം ഇതിനെതിരായിട്ടുള്ളത്. വകൈഫ അർജു ഇജാബാതി ദുആഇ വഖദ് സദദ്തു ബിദ്ദംബി ഇൻദല്ലാഹി മജ്റാഹാ. എങ്ങനെയാണ് ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം പ്രതീക്ഷിക്കുക, ഞാൻ എന്റെ തിന്മയിൽ തുറന്നുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയിൽ? അതായത് ഇസ്തിഗ്ഫാർ പറയുമ്പോ അതിന്റെ ഒരു സമറത്തായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായിരിക്കണം, അതിനൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇനി ഒരു മസ്അല ചർച്ച, ഇസ്തിഗ്ഫാറിനോട് കൂടി തൗബ പറയാമോ, അഥവാ അസ്തഗ്ഫിറുല്ലാഹ് എന്നതിനോടൊപ്പം വഅതൂബു ഇലൈഹി എന്നുകൂടി പറയാമോ? അവൾ പറഞ്ഞു ഇസ്തിഗ്ഫാറും തൗബയും തമ്മിൽ വ്യത്യാസം പറഞ്ഞു. ഇസ്തിഗ്ഫാറിനേക്കാൾ കൂടുതൽ ഗൗരവത്തിലുള്ള നിയ്യത്തിൽ തീരുമാനത്തിൽ ചെയ്യേണ്ട കാര്യമാണ് തൗബ എന്നുള്ളത്. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് പറയാമോ എന്നാണ് ചർച്ച. ഇതില് രണ്ടവസ്ഥയുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി എന്ന് പറയുന്നതിന് രണ്ടവസ്ഥയുണ്ട്. ഒന്ന്, അവൻ പറയുമ്പോൾ ആ തൗബയുടെ വാക്ക്, ഞാൻ തൗബ ചെയ്ത് മടങ്ങി എന്ന് പറയുമ്പോൾ തന്നെയും അവൻ ആ തിന്മയിൽ മുഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അതവൻ നിർത്തണമെന്ന് അവൻ ദൃഢമായി ഉറച്ചിട്ടില്ല, അവൻ അതിൽ അതിയായ ഖേദമില്ല, പക്ഷെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നതോടൊപ്പം തൗബയും പറഞ്ഞു. അങ്ങനെയുള്ള അവസ്ഥ. രണ്ടാമത്തെ ഒരു അവസ്ഥ, അവൻ ആ തിന്മ നിർത്തണം എന്നുള്ള നിലക്ക് തന്നെ ഇസ്തിഗ്ഫാറിനോടൊപ്പം എന്ത് ചെയ്യുക? തൗബയും എന്ന് പറയുക. ഈ രണ്ടവസ്ഥയാണ് ഉണ്ടാവുക. ഒന്നാമത്തെ അവസ്ഥയിൽ എന്തല്ല, അനുവദനീയമല്ല. തൗബ എന്നുള്ളത് ഗൗരവത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇസ്തിഗ്ഫാർ പോലെ
പെട്ടെന്നുണ്ടാകുന്ന അല്ല. തൗബ എന്ന് പറഞ്ഞാൽ ചെയ്തു കഴിഞ്ഞാൽ ദൃഢമായ ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്യേണ്ട കാര്യമാണ് എന്ന് കാണാൻ സാധിക്കും. രണ്ടാമത്തെ ആണെങ്കിൽ അത് അനുവദനീയമാണ്. പല മുൻഗാമികളായ സലഫുകളും ഈ കാരണം കൊണ്ട് ഇസ്തിഗ്ഫാറിനോടൊപ്പം തൗബ പറയുക എന്നുള്ളത്, അതൂബ് ഇലൈഹി എന്ന് പറയുന്നത് അവർ വെറുത്തിരുന്നു. റബീ ബിൻ ഹുസൈം അദ്ദേഹം പറയുന്നത് കാണാം, യഖൂലു ഖൗലഹു വഅതൂബു ഇലൈഹി കിദ്ബതൻ വദംബൻ വലാകിൻ ലിയഖുൽ അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക ഫതുബ് അലയ്യ. ഈ ഇസ്തിഗ്ഫാറിനോടൊപ്പം അതൂബ് ഇലൈഹി എന്ന് പറയുന്നത് ചിലപ്പോൾ എന്താവും, കളവും തിന്മയായിട്ട് മാറും. അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നതോടൊപ്പം എന്ത് പറയുക, ഫതുബ് അലയ്യ, എന്റെ തൗബ സ്വീകരിക്കണമേ അല്ലെങ്കിൽ എനിക്ക് പുറത്തു നൽകണമേ എന്നുള്ള നിലക്ക് അങ്ങനെയാണ് പറയേണ്ടത് എന്ന് പല സലഫുകളും പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് സലഫുകളെ പ്രത്യേകിച്ച് അബു ഹനീഫ അവരുടെ പിൻഗാമികളായിട്ടുള്ള പണ്ഡിതന്മാരിൽ നിന്ന് അതുപോലെ പറഞ്ഞത് കാണാൻ സാധിക്കും. പക്ഷെ കൂടുതൽ യോജിച്ചത് നമുക്ക് ഹദീസുകളിൽ വന്നിട്ടുള്ളതും ദുആക്കളിൽ വന്നിട്ടുള്ള രീതിയിൽ അസ്തഗ്ഫിറുല്ലാഹ് എന്നതിനോടൊപ്പം തന്നെ വഅതൂബ് ഇലൈക് എന്ന് വന്നത് കാണാൻ സാധിക്കും. അസ്തഗ്ഫിറുല്ലാഹ് എന്നതിനോടൊപ്പം തന്നെ വഅതൂബ് ഇലൈക് എന്ന് വന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങനെ പറയാം എന്നാണ് മനസ്സിലാക്കുന്നത്. അബൂ ദാവൂദ് ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവം കാണാം. വഖതഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദയ സാരിഖിൻ ثم قال, ഒരു കട്ടെടുത്ത ഒരു കളവ് നടത്തിയ ഒരാളുടെ കൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെട്ടാൻ കൽപ്പിച്ചു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ, ഹജ്ജ് നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഗ്ഫിറില്ലാഹ് വതുബ് ഇലൈഹി, നീ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക എന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ വ്യക്തി പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി ഫഖാല അല്ലാഹുമ്മ തുബ് അലൈഹി. അയാൾ പറഞ്ഞു, അല്ലാഹു ഞാൻ നിന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, തൗബ ചെയ്ത് മടങ്ങുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവേ ഈ വ്യക്തിയുടെ തൗബ നീ സ്വീകരിക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രാർത്ഥിക്കുകയുണ്ടായി. വേറെ പല ദുആകളിലും നമുക്കത് കാണാൻ സാധിക്കും. അപ്പോ അങ്ങനെ പറയാവുന്നതാണ് എന്നാണ് ശരിയായ അഭിപ്രായമായി നമുക്ക് മനസ്സിലാക്കുന്നത്. അല്ലാഹു അഅലം. ഇനി സഹോദരങ്ങളെ, ഇസ്തിഗ്ഫാർ തേടുമ്പോഴുള്ള ചില മര്യാദകളാണ്. എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടേണ്ടത്? വെറുതെ പൊതുവായിട്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള നിലക്ക് പറഞ്ഞാൽ മതിയോ, അല്ലെങ്കിൽ അത് ചില അദബുകളുണ്ടോ? അതിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തേത്, ഇസ്തിഗ്ഫാർ തേടുമ്പോൾ ഏതൊരു ദുആയിലും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇസ്തിഗ്ഫാറിൽ പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളം തനാ ചെയ്യുക, അള്ളാഹുവിനെ പുകഴ്ത്തുക, ഹംദ് ചെയ്യുക എന്നീ കാര്യങ്ങൾ ചെയ്യുക. രണ്ടാമത്തേത്, ഇഅ്തിറാഫു ദംബ് ഉണ്ടായിരിക്കണം. നമ്മൾ ചെയ്ത തെറ്റുകൾ അള്ളാഹ് എനിക്ക് പറ്റിപ്പോയതാണ്, ഞാൻ ചെയ്തു പോയതാണ് എന്ന് അംഗീകരിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇഅ്തിറാഫു ദംബ് എന്നുള്ളത്. എന്റെ പാപങ്ങൾ അള്ളാഹ് ഞാൻ ചെയ്തു പോയതാണ്, എനിക്ക് സംഭവിച്ചു പോയതാണ്, എനിക്ക് പറ്റിപ്പോയതാണ്, എന്റെ ദുർബലത കൊണ്ട് സംഭവിച്ചതാണ് എന്ന നിലയ്ക്ക് തിന്മകൾ അംഗീകരിക്കണം. അള്ളാഹ് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് തിന്മ അംഗീകരിക്കുക എന്നുള്ളത്. അവൻ സ്വയം അംഗീകരിക്കണം. മൂന്നാമത്തേത്, അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ തേടണം. ഇതാണ് മഗ്ഫിറത്ത്, ഇസ്തിഗ്ഫാർ തേടുമ്പോൾ ഏറ്റവും ഉത്തമമായിട്ടുള്ള രീതി. അതാണ് ഇസ്തിഗ്ഫാറുകളുടെ നേതാവ് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്തിഗ്ഫാർ ദുആആയിട്ട് പഠിപ്പിച്ചിട്ടുള്ള ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, സയ്യിദുൽ ഇസ്തിഗ്ഫാർ. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്താണ് ആ വാക്ക്? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു. ആദ്യം അള്ളാഹുവിനെ പുകഴ്ത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല, നീ എന്റെ റബ്ബാണ്, നീ അല്ലാതെ ഒരു ഇലാഹില്ല, നീയാണ് എന്നെ സൃഷ്ടിച്ചത്, ഞാൻ നിന്റെ അടിമയാണ്, ഞാൻ നീയുമായിട്ടുള്ള കരാറിലാണ്, പിന്നെ ആ കരാർ എനിക്ക് കഴിയുന്ന പ്രകാരമെല്ലാം ഞാൻ പൂർത്തീകരിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് അഊദു ബിക മിൻ ശർരി മാ സനഅതു വഅബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അല്ലാഹ്, ഞാൻ ചെയ്ത തിന്മകളുടെ ശർറിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, നിന്റെ നിഅമത്തുകളെല്ലാം ഞാൻ അംഗീകരിച്ചുകൊണ്ട് ഇതാ പറയുന്നു, എന്റെ തിന്മകൾ ഞാൻ അംഗീകരിക്കുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഫഗ്ഫിർ ലി, എന്റെ പാപങ്ങൾ നീ പുറത്തു നൽകണം, നീ അല്ലാതെ പാപം പൊറുക്കാൻ മറ്റാരുമില്ല എന്നുള്ള ഈ ദുആ നമുക്ക് കാണാൻ സാധിക്കും. സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റൊരു ദുആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിൽ ദുആ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്ത ദുആയാണ്, അല്ലാഹുമ്മ ഇന്നി വലംതു നഫ്സി ദുൽമൻ കസീറ. അല്ലാഹ്, ഞാൻ എന്റെ നഫ്സിനോട്, സ്വന്തം നഫ്സിനോട് ധാരാളം തിന്മകൾ ചെയ്തു പോയി. റിവായത്തിൽ കബീറ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീ അല്ലാതെ പാപം പൊറുക്കാൻ വേറൊരാളുമില്ല. ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക്,
നിന്നിൽ നിന്നുള്ള മഗ്ഫിറത്ത് കൊണ്ട് എനിക്ക് പാപങ്ങൾ പുറത്തു തരണം. വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, നീ ഗഫൂറും റഹീമുമാണല്ലോ, എന്നോട് നീ കാരുണ്യം ചൊരിയണം എന്നുള്ള ഈ ദുആ നിസ്കാരത്തിലെല്ലാം അത്തഹിയ്യാത്ത് തശഹുദിന്റെ അവസാനത്തിൽ നമുക്ക് ചൊല്ലാവുന്ന ദുആ ആണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. ഈ സഹോദരങ്ങളെ, ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ട സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ഇസ്തിഗ്ഫാറിന്റെ ദുആ വളരെ പ്രധാനപ്പെട്ടത്. കാരണം ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുന്നത്. എത്ര പ്രാധാന്യമുള്ള ദുആകൾ! നിസ്കാരത്തിലെല്ലാം ചൊല്ലാവുന്ന ദുആ. അതുപോലെ തന്നെ വന്നിട്ടുള്ള മറ്റു ചില ദുആകൾ ഒരു ഹദീസിൽ കാണാം. അസ്തഗ്ഫിറുല്ലാഹ് അൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹ് അൽ അദീം, അലി ചില റിവായത്തിൽ അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഹയ്യും ഖയ്യൂമായിട്ടുള്ള മറ്റൊരു ഇലാഹുമില്ലാത്ത അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുന്നു, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നു. ഈ ദുആഇനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന മൻ ഖാലഹു ഗുഫിറ ലഹു വഇൻ കാന ഫർറ മിന അസ്സഹഫ്. യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയവനാണെങ്കിലും ഇത് പറഞ്ഞാൽ അവന്റെ തിന്മകൾ പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞു കാണാൻ സാധിക്കും. അതുപോലെ വേറെ ഒരുപാട് ദുആക്കളുണ്ട്. വേറെ ഒരുപാട് ദുആക്കൾ നമുക്ക് ഖുർആനിലാണെങ്കിലും ഹദീസിന്റെ കിതാബുകളിലാണെങ്കിലും കാണാൻ സാധിക്കും. ഇനി സഹോദരങ്ങളെ, എത്രത്തോളമാണ് ഇസ്തിഗ്ഫാർ നമ്മൾ ചൊല്ലേണ്ടത്? ഒരു ദിവസത്തിൽ എത്ര ചൊല്ലണം? നമുക്ക് ഏറ്റവും മാതൃക ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, മാ റഅയ്തു അഹദൻ അക്തറ അൻ യഖൂല അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്ന് പറയുന്ന വേറൊരാളെയും ഞാൻ കണ്ടിട്ടില്ല. ആരാ പറയണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്. നമ്മുടെ അവസ്ഥ എന്താ? ധാരാളം ഇസ്തിഗ്ഫാർ പറയണം. അതുപോലെ തന്നെ സഹാബികൾ പറയുന്നു, ഇൻ കുന്നാ لنعد لرسول الله صلى الله عليه وسلم في المجلس الواحد 100 مرة يقول رب اغفر لي وتب علي إنك أنت التواب الغفور. ഒരു സദസ്സിൽ വെച്ച്, ഒരു ഇരുത്തത്തിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100 തവണ റബ്ബി ഇഗ്ഫിർ ലി, എന്റെ പാപങ്ങൾ പുറത്തു നൽകണം, വതുബ് അലയ്യ, എന്റെ തൗബ സ്വീകരിക്കണം, ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ, നീ തവ്വാബും ഗഫൂറുമാണല്ലോ എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ട്. മറ്റു ചില ഹദീസുകളിൽ 70 തവണ എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നതിൽ ഒരു കുറവും നമ്മൾ വരുത്തരുത്. കഴിവിന്റെ പരമാവധി എല്ലാ അമലിന്റെയും അവസാനം ഇസ്തിഗ്ഫാർ, അല്ലെങ്കിൽ ധാരാളം നമ്മൾ ഒഴിവു സമയങ്ങളിൽ ഇസ്തിഗ്ഫാർ ധാരാളം വർദ്ധിപ്പിക്കുക. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നതിന്റെ ഫضലുകളോ ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. ഒരെണ്ണം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, മൻ അക്തറ മിനൽ ഇസ്തിഗ്ഫാർ ജഅല അല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ.
ആരാണോ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നത് എല്ലാവിധ ഞെരുക്കത്തിൽ നിന്നും ഒരു തുറവി അല്ലാഹു തആല അവന് നൽകും. മിൻ കുല്ലി ദീഖിൻ മഖ്റജ, എല്ലാവിധ ഇടുങ്ങിയ അവസ്ഥയിൽ നിന്നും ഒരു പോം വഴി അവൻ അല്ലാഹു കാണിച്ചു കൊടുക്കും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത രീതിയിൽ അവനുള്ള റിസ്ഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, പാപങ്ങൾക്കുള്ള മരുന്ന് എന്ന് പറഞ്ഞാൽ, പാപങ്ങൾ രോഗമാണ്, അതിനുള്ള മരുന്ന് എന്താണ്? അത് ഇസ്തിഗ്ഫാറാണ്. അത് ധാരാളം നമ്മൾ വർദ്ധിപ്പിക്കണം. നമുക്ക് കാണാം, അബൂദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇന്ന ലികുല്ലി ദാഇൻ ദവാ വ ഇന്ന ദവാ അദ്ദുനൂബ് അൽ ഇസ്തിഗ്ഫാർ. എല്ലാ രോഗത്തിനും എന്തുണ്ട്? ഒരു മരുന്നുണ്ട്. തിന്മകൾക്കുള്ള മരുന്ന് എന്താണ്? ഇസ്തിഗ്ഫാറാണ്. ഖതാദ റഹിമഹുല്ലാഹ് ഖുർആനിൽ ശിഫാ ഉണ്ട് എന്നുള്ളതിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, ഇന്ന ഹാദൽ ഖുർആൻ യദുല്ലുക്കും അലാ ദാഇക്കും വ ദവാഇക്കും. ഇതാ ഖുർആൻ നിങ്ങളുടെ രോഗം എന്താണെന്ന് അറിയിക്കുന്നുണ്ട്, അതിനുള്ള മരുന്ന് എന്താണെന്നും ഖുർആൻ അറിയിക്കുന്നുണ്ട്. ഫഅമ്മാ ദാഉക്കും ഫദ്ദുനൂബ്, നിങ്ങളുടെ രോഗം അത് പാപങ്ങളാണ്. വഅമ്മാ ദവാഉക്കും ഫലിസ്തിഗ്ഫാർ, നിങ്ങൾക്ക് അതിനുള്ള മരുന്ന് എന്താണ്? അത് ഇസ്തിഗ്ഫാറാണെന്ന് അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ സലഫുകളിൽ ചിലർ ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ, ഇസ്തിഗ്ഫാറിന്റെ ഫضില് പറയുന്നിടത്ത് ധാരാളം കാര്യങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു മടിയുമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ എത്രയാണ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നത് അത്രത്തോളം വർദ്ധിപ്പിക്കണം. ഇനി മൂന്നാമത്തെ ഹദീസിൽ വന്ന മൂന്നാമത്തെ കാര്യം എന്താണ്? ആകാശത്തോളം അല്ലെങ്കിൽ ഭൂമിയോളം തിന്മകളുമായിട്ട് വന്നാൽ, ഏതവസ്ഥയിൽ വന്നാൽ? ലാ തുശ്രികു ബി ശൈഅ, എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത അവസ്ഥയിൽ വന്നാൽ അത്രത്തോളം മഗ്ഫിറത്തുമായിട്ട് ഞാൻ നിന്നിലേക്ക് വരും. എന്താണ് കാര്യം? തൗഹീദാണ്. പാപം പൊറുക്കാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താണ്? തൗഹീദാണ്. തൗഹീദ് ഇല്ലാത്തവന്റെ പാപങ്ങൾ അവൻ എത്ര പുറത്തു കിട്ടിയാലും ശിർക്കിലാണെങ്കിൽ അവൻ എന്താണ് അവസ്ഥ? അവന്റെ പാപങ്ങളുടെ അവസ്ഥ എന്താണ്? അവൻ കാലാകാലം നരകത്തിലാണ്. അവന് മഗ്ഫിറത്ത് എന്നുള്ള കവാടം തന്നെ അടക്കപ്പെട്ടവനാണ്. ഒരായത്ത് മതി തൗഹീദും മഗ്ഫിറത്തും തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലാക്കാൻ. തൗഹീദിന്റെയും മഗ്ഫിറത്തിന്റെയും ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ സൂറത്തുൻ നിസായിൽ 2 തവണ വന്നിട്ടുള്ള 48ാമത്തെ ആയത്തും അതുപോലെ വേറെയും ആയത്തിൽ വന്നിട്ടുള്ള ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൽ പങ്കു ചേർക്കപ്പെടുന്നത്, ശിർക്ക് ചെയ്യുന്നത് ഒരിക്കലും പൊറുക്കില്ല. വേറെ എന്തെല്ലാം തിന്മകളാണോ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. സഹോദരങ്ങളെ, മുവഹിദായി ജീവിക്കുക എന്നുള്ളത്, തൗഹീദ് തഹ്ഖീഖ് ചെയ്യുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം അവന് നരകം ഹറാമാണ്. അവന് നരകം ഏത് നിലയ്ക്ക് കാലാകാലം ഖുലൂദ് ഹറാമാണ്. ഖുലൂദ് അവന് ഉണ്ടാവുകയില്ല. സലഫുകൾ പറഞ്ഞൊരു വാക്കാണ് മുവഹിദു ലാ യുൽഖാ ഫിന്നാർ കമാ യുൽഖൽ കുഫാർ. കാഫിരീങ്ങൾ നരകത്തിൽ എറിയപ്പെടുന്നത് പോലെ മുവഹിദീങ്ങൾ എറിയപ്പെടില്ല. വലാ യബ്ഖാ ഫീഹാ കമാ യബ്ഖൽ കുഫാർ. കുഫാറുകൾ അവിടെ കാലാകാലം ആവുന്നത് പോലെ ആരാവൂല, മുവഹിദീങ്ങൾ നരകത്തിലാവുകയില്ല എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദ് തഹ്ഖീഖ് ചെയ്യുക എന്നുള്ളത്, അഥവാ തൗഹീദിന്റെ ശുറൂത്തുകളും അർക്കാനുകളും എല്ലാം പൂർത്തീകരിച്ച് ഇഖ്ലാസോടുകൂടി ഒരു അംശം ശിർക്കിന്റെ അംശമില്ലാതെ തൗഹീദ് സാക്ഷാത്കരിക്കുക എന്നുള്ളത് അവന്റെ ബാക്കി എല്ലാ പാപങ്ങളും പുറത്തു കിട്ടാനുള്ള ഒരു കാരണമാണ്. അത് ഇക്സീറുൽ അഅ്ളമാണ്. അതായത് ഒരു എല്ലാ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ ഒരു ഉപമ കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നുണ്ട് മദാരിജുസ് സാലിക്കീനിൽ അൽ ഇക്സീർ ആണ് തൗഹീദ്. അഥവാ പാപങ്ങളുടെ ഒരു പർവ്വതത്തിന്റെ മേലെ ഈ തൗഹീദ് കൊണ്ട് വെച്ചാലും അതെല്ലാം ഈ തൗഹീദ് കൊണ്ട് എന്താവും? പുറത്തു കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു കാഫിറായ ഒരു വ്യക്തി 65 വർഷം 70 വർഷം ഷിർക്കിലും കുഫറിലും തിന്മകളിലും തെമ്മാടിത്തരത്തിലായി ജീവിച്ചു വിചാരിക്കാം. അദ്ദേഹം മരണത്തിന്റെ ഒരു ദിവസം മുമ്പ് അദ്ദേഹം തൗബ ചെയ്ത് തൗഹീദ് അംഗീകരിച്ചാൽ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ്? നമുക്ക് പഠിപ്പിക്കപ്പെട്ട അനുസരിച്ച് അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ്? അദ്ദേഹത്തിന്റെ ആ 70 വർഷത്തെ പാപങ്ങൾ അവിടെ മായ്ച്ചു കിട്ടാണ്. അതെല്ലാം പിന്നെ മായ്ച്ചു പോകുന്നു. പിന്നെ അവന്റെ തൗഹീദ് കൊണ്ടാണ് അവന് നാളെ സ്വർഗപ്രവേശനമുള്ളത്. അപ്പൊ അത്ര മഹത്തായ കാര്യമാണ് തൗഹീദ് എന്നുള്ളത്. നമുക്ക് ഈ ഇസ്തിഗ്ഫാറിന്റെയും മഗ്ഫിറത്തിന്റെയും ദുആകളിലെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രത്യേകം പറയുന്നത് കാണാൻ സാധിക്കും. ഇപ്പൊ ദുന്നൂനിന്റെ പ്രാർത്ഥനയിൽ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ധാരാളം ദുആകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹും ഇസ്തിഗ്ഫാറും തമ്മിലൊരു ബന്ധമുണ്ട്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക്.
ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ രണ്ടാമത് എന്താ പറഞ്ഞത്? ഇസ്തിഗ്ഫാർ നടത്തണം എന്നാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹയും ഇസ്തിഗ്ഫാറും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അള്ളാഹുവിനെ പറ്റി എന്തെല്ലാം ന്യൂനതകൾ ആരോപിക്കപ്പെടുന്നുണ്ടോ, അള്ളാഹുവിന് ഒരു മകനുണ്ട്, അല്ലെങ്കിൽ മലക്കുകൾ അള്ളാഹുവിന് പെൺമക്കളാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന് ഇണയുണ്ട് എന്നീ വാദങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം ഒഴിവാക്കി അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്ന വാക്കാണ് എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. അള്ളാഹുവിലേക്ക് ആരോപിക്കപ്പെടുന്ന ന്യൂനതകൾ എന്തൊക്കെയുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണെന്ന് അറിയിക്കുന്നു. ഇസ്തിഗ്ഫാറോ അടിമയുടെ മേലെ ഉണ്ടാകുന്ന ന്യൂനതകൾ മായ്ച്ചു കളഞ്ഞ് അവനെ ശുദ്ധീകരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹും ഇസ്തിഗ്ഫാറും തമ്മിലുള്ള ബന്ധമായിട്ട് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് കുറച്ച് വിശദമായി വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ ചുരുക്കം ഇതാണ് പറഞ്ഞത്. ഇനി സഹോദരങ്ങളെ, തൗഹീദ് എന്നുള്ളത് ഒരാളുടെ ഖൽബിനെ ശുദ്ധീകരിക്കും. തൗഹീദ് യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, റുബൂബിയത്തും ഉലൂഹിയത്തും അസ്മാഉ സിഫാത്തും മനസ്സിലാക്കി കഴിഞ്ഞാൽ, അവൻ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ അവന്റെ തിന്മകൾ അത് ഒഴിവാക്കാൻ അവന് ദുനിയാവിൽ തന്നെ എളുപ്പമാണ്. ആ തൗഹീദ് കൊണ്ട് അള്ളാഹു അവനെ തിന്മകളിൽ നിന്ന് സംരക്ഷിക്കും. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ സംരക്ഷിച്ച പോലെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ഇഖ്ലാസ് തൗഹീദാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഒരു തിന്മയിൽ അകപ്പെടുന്ന ആ സാഹചര്യത്തിൽ നിന്ന് അള്ളാഹു തെറ്റിച്ചു കളഞ്ഞത്. അതുപോലെ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് എന്ത് കാരണമാകും? തൗഹീദ് പ്രധാനപ്പെട്ട കാരണമാകും. അതുകൊണ്ട് തൗഹീദിനെ പറ്റി വിശദീകരിക്കണമെങ്കിൽ ധാരാളം നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഈ 3 കാരണങ്ങൾ, ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള 3 കാരണങ്ങൾ, ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾക്ക് സംഭവിച്ചു പോകുന്ന പാപങ്ങൾ പുറത്തു കിട്ടാൻ മഗ്ഫിറത്തിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇവ. ഹദീസ് ഒന്നുകൂടി വായിക്കുകയാണ്. ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇബ്ന ആദം, മനുഷ്യ, ഇന്നക മാ ദഅൗതനി വറജൗതനി, നീ എന്നോട് ദുആ ചെയ്താൽ, നീ എന്നിൽ പ്രതീക്ഷ വെച്ചാൽ, ഗഫർതു ലക അലാ മാ കാന മിൻക വലാ ഉബാലി, നീ എന്ത് ചെയ്തിട്ടുണ്ടോ അത് ഞാൻ നിനക്ക് പുറത്തു നൽകുന്നതാണ്. അതൊരു വിഷയമുള്ള കാര്യമല്ല എനിക്ക്. യബ്ന ആദം, മനുഷ്യ, രണ്ടാമത്തെ കാര്യം, ലൗ ബലഗത് ദുനൂബുക അനാന അസ്സമാ, ആകാശത്തോളം നിന്റെ തിന്മകൾ എത്തിയാലും, തുമ്മ ഇസ്തഗ്ഫർതനി ഗഫർതു ലക, നീ എന്നോട് ഇസ്തിഗ്ഫാർ തേടിയാൽ ഞാൻ നിനക്ക് പുറത്തു നൽകും. യബ്ന ആദം, മൂന്നാമത്തെ കാര്യം, ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ, നീ ഭൂമിയോളം തിന്മയുമായിട്ടാണ് എന്റെ അടുക്കൽ എത്തുന്നത്. തുമ്മ ലഖൈതനി ലാ തുശ്രികു ബി ശൈഅ, എന്നിട്ട് എന്നെ കണ്ടുമുട്ടുന്നത് ഒന്നിനെയും പങ്കു ചേർക്കാതെ തൗഹീദ് തഹ്ഖീഖ് ചെയ്ത അവസ്ഥയിലാണ്. ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ, അത്രത്തോളം നീ ചെയ്ത തിന്മകളോളം മഗ്ഫിറത്തുമായിട്ട് ഞാനും നിന്നെയും കണ്ടുമുട്ടുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു. അപ്പൊ ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക. അള്ളാഹുവിനോട് ധാരാളം ദുആ ചെയ്യുകയും പ്രതീക്ഷ വെക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങൾക്ക് ധാരാളമായി ഇസ്തിഗ്ഫാർ തേടുക. നമ്മുടെ തൗഹീദ് എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുക. തൗഹീദ് പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പഠിച്ചും പ്രവർത്തിച്ചും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ തൗഹീദ് സാക്ഷാത്കരിക്കുന്ന ആളുകളായിട്ട് മാറുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അവന്റെ മഗ്ഫിറത്ത് ലഭിക്കുന്ന അവന്റെ വിശാലമായ സ്വർഗ്ഗത്തിന്റെ അവകാശികളായി മാറ്റുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.